അലർജിയുള്ള ആളുകൾ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട 3 ശീലങ്ങൾ. അലർജിയുള്ള ആളുകൾക്ക് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടാണ് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുവഴി തന്നെ നമ്മൾ അലർജിയൊക്കെ ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് അലർജി നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ തണുപ്പുള്ള പദാർത്ഥങ്ങൾ കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. വെള്ളം ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, തണുപ്പുള്ളത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് ചൂടുള്ള സമയമാണ്. പക്ഷേ അലർജിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് മാറുകയും ഇൻഫ്ലമേഷൻ കൂട്ടാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂക്കടപ്പ് അതുപോലെ തന്നെ തലവേദനയൊക്കെ അനുഭവപ്പെടുമ്പോൾ തന്നെ പെട്ടെന്ന് ബാമൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇങ്ങനെ ബാമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യുന്നത്. അലർജി മാത്രമല്ല, കൂടെ സൈനസൈറ്റിസ് പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ഇത് കാരണമാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ടത് അലർജി ഉള്ള സമയത്ത് മാത്രം മരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതാണ് നിങ്ങൾ ആദ്യം മാറ്റേണ്ടത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹിസ്റ്റമിന്റെ ലെവൽ താൽക്കാലികമായിട്ട് കുറയുക മാത്രമാണ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് വീണ്ടും നമുക്ക് ആ ബുദ്ധിമുട്ട് തിരിച്ചു വരുന്നതാണ്. ഇതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തിഗത ചികിത്സ ചെയ്യുന്നത് വഴി എന്താണോ നിങ്ങളെ കംപ്ലൈന്റ്, അതിന്റെ റൂട്ട് കോസ് അനലൈസ് ചെയ്ത് എന്തുകൊണ്ട് ട്രിഗർ ചെയ്യുന്നു, എത്ര കാലമായി, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി, പേഴ്സണൽ ഹിസ്റ്ററി അങ്ങനെ എല്ലാം നോക്കിയിട്ടുള്ള വ്യക്തിഗത ചികിത്സ ചെയ്യുന്നത് വഴി മാത്രമാണ് നമുക്ക് അലർജിക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുക. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിന് പ്രോപ്പറായിട്ട് അലർജി ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. അലർജി എത്രത്തോളം കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. ഇത്തരം ശീലങ്ങൾ എന്തായാലും നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അലർജിയായി ബുദ്ധിമുട്ടുന്ന ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യും.